പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെ കീവിലെത്തി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജൂലൈയിൽ റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ യുക്രൈൻ യാത്രയ്ക്ക് അന്തർദേശീയ പ്രാധാന്യമുണ്ട്. 1991 ശേഷം ആദ്യമായാണ് ഭാരതത്തിലെ ഒരു പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയ ശ്രദ്ധയോടെ ലോകരാഷ്ട്രങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് ഈ റഷ്യ യുക്രൈൻ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായും കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കൂടിക്കാഴ്ച ആരംഭിക്കുന്നതിന് മുന്നോടിയായി വ്ളാഡിമിർ സെലൻസ്കിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സന്ദർശനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. തുടർ കൂടിക്കാഴ്ചകളായിരിക്കും ഇനി ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വ്യോമാതിർത്തിയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ട്രെയിനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ നിന്നും കീവിലെത്തിയതിനു ശേഷം അല്പസമയത്തിന് ശേഷം തന്നെ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചത്. ഈ റഷ്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ വ്ളാഡിമിർ സെലൻസ്കിയെ യുക്രൈനിൽ ചെന്ന് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. യു എൻ സെക്രട്ടറി ജനറൽ പോലും തങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം എന്ന നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയുടെയും ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള സംയുക്ത പ്രസ്താവനയിലൂടെയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രതിരോധ രംഗത്ത് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ, പ്രതിരോധത്തിന് അനുബന്ധമായ വസ്തുക്കൾ എല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ അത് വാങ്ങുന്നതും അതിനുള്ള ധാരണകളിൽ എത്തുന്നതും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് കോറിഡോർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചകളിലേക്ക് കടന്നു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, റഷ്യയുമായുള്ള ബന്ധം ഉലയാതെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി പ്രധാനമന്ത്രി കൃത്യമായി നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യയുമായുള്ള വാണിജ്യ കരാർ ശക്തമായി തുടരുകയും ആ വാണിജ്യ കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയുമായി ശക്തമായ വാണിജ്യ കരാർ തുടരുന്നതിന്റെ ഭാഗമായി എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെ ബാൻ ഉണ്ടായപ്പോൾ പോലും, ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പോലും എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള പിന്തുണ റഷ്യക്ക് നൽകിയത്. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ റഷ്യയെയും അതുപോലെ തന്നെ യുക്രൈനെയും ഒരേപോലെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ഒരുപോലെ അതിലെ ഒരു മധ്യസ്ഥനാവുക എന്ന നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത്. ലക്ഷ്മി, ഐസനാണ് വിവരങ്ങൾ നൽകിയത്.